Constitution of India is a public document which is considered as the voice of the people. പീപ്പിളിന്റെ വോയിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങൾ അല്ലെ, ഓരോ പീപ്പിളിന് എന്ത് പ്രിവിലേജ് ആണുള്ളത്, എന്ത് അവകാശമാണ് ഉള്ളത് എന്നെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഹാവിംഗ് ലീഗൽ സാങ്ക്ടിറ്റി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു ഡോക്യുമെന്റ് ആണ്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിലുള്ള ഏതെങ്കിലും കാര്യം വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലീഗലായിട്ട് നീങ്ങാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്, അല്ല വേറെ നമുക്ക് ഒന്നും ഇല്ലാത്തൊരു കാര്യത്തിന് പോകാതില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരാളുടെ ഇന്ന കാര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ അത് ലീഗലായിട്ട് നീങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റിട്ട് അങ്ങനെയൊക്കെ ഉള്ള കേസസ് വരും. ഇപ്പൊ ഒരാള് തന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യിക്കാൻ വേണ്ടി വരാം. അതായത് അയാളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് അയാൾ ആ ജോലി ചെയ്യുക എന്നുള്ളത്. ആ ഡ്യൂട്ടി അയാൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു റിട്ട് ഫയൽ ചെയ്യാൻ പറ്റും, ഇന്നയാൾ ഇന്ന ഡ്യൂട്ടി ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിന് വേണ്ട ആക്ഷൻ എടുക്കണമെന്ന്. അപ്പൊ കോടതി ഇടപെട്ട് അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അയാൾക്കെതിരെ ലീഗൽ ആക്ഷൻസ് ആദ്യം ചോദിക്കുകയാണ് എന്തുകൊണ്ട് അതിന് റീസൺ നൽകണമെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള എന്തിനും ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോ അതാണ് അതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ലീഗലായിട്ട് നേരിടാൻ സാധിക്കും. പിന്നെ അത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എൻ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ് വിച്ച് കൺഫേഴ്സ് പവേഴ്സ്, റൈറ്റ്, ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾ, റെസ്ട്രിക്ഷൻ ആൻഡ് ഒബ്ലിഗേഷൻസ് ഓൺ ദി പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ആൻഡ് എവരിബഡി. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കംപ്ലീറ്റ് സാധനം നമ്മൾ അന്ന് പറഞ്ഞത് തന്നെയാണ്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ പവർ, ഓരോരുത്തരുടെ റൈറ്റ്സ്, ഓരോരുത്തർ എന്തൊക്കെ ചെയ്യണം, ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾ എന്തൊക്കെ ഫോളോ ചെയ്യണം, എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ഈ റെസ്ട്രിക്ഷന്റെ കേസ് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ടു ടോക്ക്, റൈറ്റ് ടു സ്പീച്ച് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് വായി തോന്നുന്ന എന്തും പറയാന്നല്ല. അപ്പൊ അവിടെ there are some restrictions also. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ദി പർപ്പസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു മെയിൻറ്റെയിൻ ഹാർമോണിയസ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ്സ് ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് ബിറ്റ്വീൻ ദി ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഓൺ ദി അതർ. എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പുരോഗതി കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻഡിവിജ്വലും സ്റ്റേറ്റും തമ്മിലൊക്കെ ഒരു നല്ല റിലേഷൻ ഉള്ളത്. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ സ്റ്റേറ്റ് അവർക്ക് തോന്നുന്ന രീതി ചെയ്ത് റിലേഷൻസ് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നിയമപരമായിട്ടെന്ന് നമ്മൾ പറയത്തില്ലേ, അതായത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് എന്നാണ് അതിന്റെ അർത്ഥം. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കൂ ഇൻഡിവിജ്വലിന്റെ അടുത്ത്, നമ്മളുടെ അടുത്ത് തിരിച്ചു അതേപോലെ തന്നെയാണ്. അല്ല, അതുകൊണ്ടാണ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് സ്റ്റേറ്റ് നിയമപരമായിട്ടേ നമ്മളുമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാക്കും. അല്ല അവർക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യാൻ പറ്റത്തില്ല. ഒരുപത്തി ആ ഹാർമോണസ് റിലേഷൻ ഉള്ളതിന്റെ റീസൺ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. അതേപോലെ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഓൺ ഈച്ച് അതർ. ഓരോ ഓർഗൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇലക്ഷന്റെ ടൈം അല്ലേ, ഇലക്ഷൻ കമ്മീഷന് എന്തൊക്കെ പവർ ഉണ്ട്, അത് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. PSC ചെയർമാൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്പെസിഫൈ ചെയ്തത് കൊണ്ടാണ് എന്താണ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഓർഗൻസ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. അതിന്റെ റീസൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് ഓരോരുത്തർക്ക് എന്തൊക്കെ അധികാരമാണ് ഉള്ളതെന്ന് വരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ തമ്മിലല്ലേ വേറെ കോൺഫ്ലിക്റ്റോ ഒന്നുമില്ല, നല്ലൊരു റിലേഷൻ ആണ്. കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഇന്ന കാര്യമാണ്, പിന്നെ അതിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്ന ഇന്ന ആളുകളാണ്. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവര് തമ്മിലുള്ള റിലേഷൻ ഒരു ഹാർമോണസ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ യൂസ് ആയിട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി വോയിസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞ അതേ രീതി തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലക്ട്സ് ദി വിൽ ആൻഡ് വിഷ് ഓഫ് പീപ്പിൾ. പീപ്പിളിന്റെ ആഗ്രഹവും അവരുടെ അല്ലെ ആ നിശ്ചയവും എല്ലാം കാണിക്കാനാണ് എന്തുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഓക്കെ, ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ട് 3 പില്ലേഴ്സ് ആണുള്ളത്.
ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അങ്ങോട്ട് പോകും. ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ 2 ഹൗസസ് ഓഫ് പാർലമെന്റ് ആണ്, ലോക്സഭയും രാജ്യസഭയും. ഇവിടെ ആൻഡ് പ്രസിഡന്റ് എന്നും കൂടെ പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് അതും കൂടെ അറിയണം. ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ ലോ മേക്കിംഗ് ബോഡിയാണ്. ലെജിസ്ലേറ്റർ എന്ന് വെച്ചാൽ ലോ മേക്കിംഗ് ബോഡി, അല്ലെങ്കിൽ റിലേറ്റഡ് ടു മേക്കിംഗ് ലോസ് എന്ന് തന്നെയാണ്. ലോ നിയമം. അപ്പൊ നിയമം ഉണ്ടാക്കുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കാൻ എവിടെയാണോ നിയമം ഉണ്ടാക്കുന്നത് അതിനെയാണ് ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റർ അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്ന 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതായത് നമ്മൾ ഏതൊരു നിയമം ഉണ്ടാക്കണം, പുതിയൊരു നിയമമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഏത് നിയമമായാലും ഇപ്പം GST വന്നു, GST അതൊരു പുതിയ നിയമമാണ്. അതേപോലെ ഇപ്പോ ഏതാണ് ഈ ഭൂരിപക്ഷത്തിന് 10% സംവരണം, ഇതെല്ലാം പുതിയ പുതിയ നിയമങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു നിയമമാവണമെങ്കിൽ ആദ്യം അത് ലോക്സഭയിൽ പാസ്സാവണം. ആദ്യം ലോക്സഭയിലോ രാജ്യസഭയിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവും, പക്ഷെ മിക്കവാറും ലോക്സഭയിലാണ് ആദ്യം ആ ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ബില്ല് ലോക്സഭയിൽ പാസ്സാവണം, അത് രാജ്യസഭയിൽ പാസ്സാവണം, എന്നിട്ട് അത് പ്രസിഡന്റ് ഒപ്പിടണം. അപ്പോഴാണ് അത് എന്താവുന്നത്, ഒരു നിയമമാവുന്നത്. സോ ലെജിസ്ലേറ്റർ ഈസ് നോൺ ആസ് ദി ലോ മേക്കിംഗ് ബോഡി. ലോ മേക്കിംഗ്, അപ്പൊ നിയമം ഉണ്ടാക്കുന്നവരാണ് ലെജിസ്ലേറ്റർ. അപ്പൊ ആരൊക്കെയാണ് നിയമം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ലോക്സഭയും രാജ്യസഭയും പിന്നെ പ്രസിഡന്റിനെ കൂടെ നമുക്ക് പറയാം. കാരണം എന്താണ്, അത് പ്രസിഡന്റ് ഒപ്പിടുമ്പോൾ മാത്രമേ അതൊരു നിയമമായി മാറും. അപ്പോൾ അതാണ് ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്താണ്, എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കാരണം പ്രസിഡന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഓക്കെ. കാരണം പ്രസിഡന്റിന് പല പവറും ഉണ്ട്, അതും കൂടെ ഇവിടെ മനസ്സിലാക്കുക. പ്രസിഡന്റ് ഈസ് ഹാവിംഗ് ലെജിസ്ലേറ്റീവ് പവർ, പ്രസിഡന്റ് ഈസ് ഹാവിംഗ് എക്സിക്യൂട്ടീവ് പവർ. അപ്പോ എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണുള്ളത് വെച്ചാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും മിനിസ്റ്റേഴ്സും ഉണ്ടല്ലോ. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ നമ്മളൊരു നിയമം അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് എക്സിക്യൂട്ട് ചെയ്യുന്നു, നടപ്പിലാക്കുന്ന ആളുകളാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. കാര്യം ഗവൺമെന്റ് എല്ലാം ഈ പറഞ്ഞപ്പോ ഒരു നിയമം ഉണ്ടാക്കി, അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. പിന്നെ ആ മിനിസ്റ്റേഴ്സ്, നമ്മള് പ്രൈം മിനിസ്റ്ററും ബാക്കി മിനിസ്റ്റേഴ്സും ഇല്ല, യൂണിയൻ മിനിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ഒരു GST നടപ്പിലാക്കി, നിയമം പാസ്സായി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ്? ഈ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും അവരെല്ലാരും കൂടെ ചേർന്നിട്ട് പിന്നെ സ്റ്റേറ്റ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകളെയും വിളിച്ച് ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ജുഡീഷ്യറി എന്ന് വെച്ചാൽ കോർട്ടാണ്. ജുഡീഷ്യറി എന്ന് വെച്ചാൽ ഏതാണ്? കോർട്ട്. അതായത് നമ്മളെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മളെ കോർട്ടുകളാണ്. ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി, അതായത് ടോപ്പ് സുപ്രീം കോടതിയാണ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ടൊരു പുതിയ നിയമം ഉണ്ടാക്കണമെങ്കിൽ ലെജിസ്ലേറ്റർ ഉണ്ടാവണം. പുതിയതായാലും പഴയ നിയമം എന്തോ ആയിക്കോട്ടെ, ലെജിസ്ലേറ്ററിന്റെ ജോലി ലോ മേക്കിംഗ് ആണ്. പുതിയതോ അല്ലെങ്കിൽ ഉള്ളതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഒക്കെയാണ് ലെജിസ്ലേറ്റർ ഉള്ളത്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഇത് നടപ്പിലാക്കുക. ജുഡീഷ്യറി എന്ന് വെച്ചാൽ ഇത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ നടപ്പിലാക്കിയത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണോ എന്നെല്ലാം നോക്കാനുള്ള സാധനമാണ് ജുഡീഷ്യറി. അതിന് ജുഡീഷ്യൽ റിവ്യൂ എന്നൊക്കെ പറയും. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പോകുന്നതായിരിക്കും.